ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ കരമത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒട്ടും സമയം കളയാതെ ക്രിസ്ത്യൻ മുമ്പോട്ട് കടന്നു വന്ന് തന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത വചനങ്ങൾ അവൻ നമ്മോട് പങ്കുവെക്കാൻ നമുക്ക് പ്രാർത്ഥനയുടെ ദിവസം തന്നെ ആയിരിക്കാമല്ലോ. ഹല്ലേലൂയ. Greetings to all in the precious name of our Lord and Savior Jesus Christ. കൂടി വന്നിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. I praise and thank God for the time to share what the Holy Spirit revealed from the Word, and I pray that there may be nothing coming from my imagination or my philosophies, but that the Holy Spirit may teach me first and foremost and teach all of us together. ഇന്ന് രാത്രി അവൻ ദൈവം തന്ന വചനവുമായി നിങ്ങളുടെ മധ്യം നിൽക്കുമ്പോൾ എന്റെ അവൻ ഭാവനയിൽ നിന്നൊന്നും അവൻ പറയാനിടയാകാതെ, എന്റെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊന്നും വരാനിടയാകാതെ പരിശുദ്ധാത്മാവ് വെളിച്ചം തരുന്ന വചനഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഇടയാകേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ അപേക്ഷിക്കുകയാണ്. For just two key verses or key references that I want to talk about before we talk about the main subject of the message, can we take Isaiah chapter 42 verse 6 to 7? ചില താക്കോൽ വാക്യങ്ങൾ, ചില കുറിവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഐസയ 42 അധ്യായത്തിന്റെ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, യെശയ്യാ പ്രവചനം 42 അധ്യായത്തിന്റെ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്ന് ബദ്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. Can we also take Acts chapter 16 verse 29? അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമുക്ക് പോകാം. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. 16 അധ്യായത്തിന്റെ 29 വാക്യം ഒരു കാര്യം ഓർക്കണം. നാം വായിച്ച വചനത്തില് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമായ യെശയ്യാ പ്രവാചകൻ പറയുമ്പോൾ ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ 16 അധ്യായം 29 വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. ആമേൻ. So the subject that I want to talk about today in relation with what we're learning about, in order to grow into Christ, in order to grow in spiritual maturity, you need to dwell in light, and that light is none other than God. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി നിങ്ങളോട് വചനത്തിൽ നിന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഈ മാസത്തെ ചിന്താവിഷയത്തുള്ള ബന്ധത്തിലാണ്. അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പള്ളിയിൽ അംഗമാകാൻ വേണ്ടി മാത്രമല്ല, വളരാൻ, വളർച്ചയ്ക്ക്. അപ്പോൾ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതം ഒരു ഭക്തന്റെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ് ദൈവമാകുന്ന വെളിച്ചം. വെളിച്ചം അത്യന്താപേക്ഷിതം. വെളിച്ചമില്ലാതൊരു ചെടിക്ക് വളരാൻ കഴിയാത്തതുപോലെ ഒരു ഭക്തന് അവൻ വെളിച്ചം ആവശ്യമാണ്. ആ വെളിച്ചം ആരാണ്? ദൈവമാണെന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. When I want to talk about the entire chapter of Acts chapter 16 to talk about this subject. ആമേൻ. ഈ വിഷയം സംബന്ധമായി സംസാരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം മുഴുവനും ആമേൻ ഒന്ന് നിങ്ങളുമായിട്ട് ചേർന്ന് ചിന്തിക്കണമെന്ന് എന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. In verses 6 to 10, we see the repetition of the Holy Spirit's guidance. So in order to dwell in light, you need to be led by the Holy Spirit. ആമേൻ. അവിടെ നാം കാണുമ്പോൾ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ തുടർമാനമായുള്ള നടത്തിപ്പിനെ കുറിച്ച് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഒരു മർമ്മം കൂടെ ഗ്രഹിക്കണം. വെളിച്ചത്തിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അവൻ സാക്ഷാൽ ദൈവം തന്നെയാകുന്ന പരിശുദ്ധാത്മാവിന്റെ അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ മൂവും നിന്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന്, അവൻ നടത്തിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമെന്ന് മനസ്സിലാക്കാൻ കഴിയും. Even in the beginning of the Bible, where our history begins, we see that in order for God to say, "Let there be light" upon the world that was formless and void, the Holy Spirit needed to be hovering above the waters. ഇത് അപൂർവമല്ല. നിങ്ങൾ വചനം പഠിച്ചാൽ ആരംഭം മുതൽ അങ്ങനെയായിരുന്നു. ആദിയിൽ ദൈവം, ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കുമ്പോൾ ബൈബിൾ പറയുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായി ഇരുന്നു. അവൻ ആഴത്തിന്മേൽ ഇരുള് ഉണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുട്ടിലും. എന്നാൽ ആ വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യാൻ തുടങ്ങി? അത് പരിവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞോടെയാണ് അടുത്തതായി വരുന്നു, വചനം വരുന്നു, ശബ്ദം വരുന്നു, മുഴങ്ങുന്നു, വെളിച്ചം
ഉണ്ടാകട്ടെ. അപ്പോൾ വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ അതിന് മുന്നോടിയായി പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം എന്നിലും നിങ്ങളിലും ഈ ഭൂമിയുടെ മുഖത്തും ഉണ്ടാകണം എന്നുള്ള സത്യം കൂടെ നിങ്ങൾ ഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിന്റെ ചലനവും നടത്തിപ്പും ഇല്ലാത്തിടത്ത് ദൈവ വെളിച്ചം പ്രകാശിക്കുന്നില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമ്മൾ എന്ത് കേൾക്കുന്നു, എന്ത് പിൻപറ്റുന്നു എന്ന് വളരെ ഒന്ന് മെഷർ ചെയ്യണം. കാരണം പരിശുദ്ധാത്മ സാന്നിധ്യം വെളിച്ചത്തിന് അത്യന്താപേക്ഷിതമാണ്. But we tend to put our own ideas and assumptions and definitions as to what the guidance of the Holy Spirit should look like. We think if the Holy Spirit is anointing us and filling us and going before us, and if I'm dwelling in the light of God through the Holy Spirit, then every single way before me should be open. There should be no obstacle. There should be no closed door, right? Because I'm dwelling in the light of the Holy Spirit. But if you look at verses 6 to 10, we see a whole bunch of closed doors and redirections. The Holy Spirit forbids Paul and Silas to go to Asia Minor. The Holy Spirit does not allow them to go to Bithynia. He redirects them through a vision to Macedonia. പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നയിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ കൂടി വെളിച്ചമാകുന്ന ദൈവം ദിവ്യപ്രകാശനത്തിൽ വരുമ്പോൾ നമ്മുടെയൊക്കെ ചിന്ത പിന്നെ ഞാൻ നടക്കുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളൊന്നും വരരുത്, വിലക്കുകളൊന്നും ഉണ്ടാകരുത്, അവൻ താമ്രവാദികളെല്ലാം എപ്പോഴും തകർന്നു കിടക്കണം, ഇരുമ്പോടാമ്പുകളെല്ലാം എപ്പോഴും എന്ത് ചെയ്യണം, ഉടങ്ങിയിരിക്കണം. കാരണം ആരാ? ദൈവമാ എന്നെ നടത്തുന്നത്, പരിശുദ്ധാത്മാവ് എന്നെ നടത്തുന്നത്. വെളിച്ചമായപ്പോഴും വരേണ്ടത് ഇരുട്ടേ വരാൻ പാടില്ല, അവിടെ വാതിലുകളൊന്നും അടയാൻ പാടില്ല, തടസ്സങ്ങളൊന്നും വരാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ അവൻ കേട്ട വചനങ്ങൾ, പ്രസംഗങ്ങളൊക്കെ വെച്ച് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ കുറിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ. അങ്ങനെ വരുന്നുണ്ടെന്ന് വെച്ചു യഥാർത്ഥമായ ദൈവ അവൻ അനുവദിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ ആവശ്യമില്ലാതെ തളർന്നു പോകും. ഇവിടെ നമുക്ക് കാണാം അവൻ സ്വതന്ത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാലാണ് ആ സ്ത്രീഹന്മാർ നടത്തപ്പെടുന്നതെങ്കിലും അവിടെ ഒക്കെയും കാണാൻ കഴിയും പരിശുദ്ധാത്മാവ് വിലക്കി. അവൻ പോകണ്ട എന്ന് പറഞ്ഞു. അവർക്ക് തടസ്സം പരിശുദ്ധാത്മാവ് നിന്നു. ചില കാര്യങ്ങൾ നിന്നെ ഹിന്ദർ ചെയ്യും. ഈ ദിവസങ്ങളിൽ അവൻ പരിശുദ്ധാത്മാവുണ്ട്, വെളിച്ചമുണ്ടെന്ന് പറഞ്ഞ ബെല്ലും ബ്രേക്കും ഇല്ലാതെ എങ്ങനെയോ ഓടാമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അങ്ങനെയല്ല. വെളിച്ചത്തിന്റെ പ്രവൃത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവിനെ നടത്തിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ആത്മാവിൽ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലെ പിതാവാം ദൈവം നമ്മെ സഹായിക്കട്ടെ. I don't want to talk too much about the section from verse 11 to 15 where Lydia becomes the first convert of this region in Philippi of Macedonia. And even though we see that first convert coming, this wasn't exactly the answer to the vision that the Holy Spirit showed Paul. So it's not enough when we dwell in the light. It's not enough for when we work according to the light. Oh, things are close to the vision. Now I'm close enough. This is enough. Let me go back to what my initial ideas were. It means continuing in the place where the Holy Spirit sends you until you fulfill the work and the purpose that He sent you there for. ആമേൻ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുമാറാകണം. ഇടയ്ക്ക് ഉള്ള ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ ഞാൻ പറയുന്നില്ല. കാരണം അവിടെ നിങ്ങൾ വായിക്കും 10-ാം വാക്യം നോക്കുകയാണെങ്കിൽ ആമേൻ സ്വന്തം ചെയ്യുന്നു. അവർ പോകുന്ന പല സ്ഥലങ്ങളിൽ അവർ ആസിയിൽ ജനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ പൃഥ്വിയിലും ഗലാത്യ ദേശം കൂടി സഞ്ചരിച്ചു. പിന്നെ അവർ മൂസിയയിലെത്തി ബിഥുന്യക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവ് അവരെ എന്ത് ചെയ്തില്ല, സമ്മതിച്ചില്ല. അവർ മൂസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ ഒരു വിഷൻ കാണുകയാണ്. എന്താ കാണുന്നത്? മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ മാറി വന്ന് സഹായിക്കുക എന്ന് പറഞ്ഞു വിളിക്കുക. അപ്പോൾ ആ ഒരു ദർശനത്തിന് പിറ്റേന്ന് അവർ പുറപ്പെട്ടു. ഇവിടെ എത്തി. നമുക്ക് എന്തുകൊണ്ട് ലിദിയുടെ കാര്യം പറഞ്ഞില്ല? കാരണം വിളി നിവർത്തിയായ വന്നു. ആദ്യം ആ പുഴവക്കത്തിൽ നിന്ന് വചനം പ്രസംഗിച്ചപ്പോൾ അവൻ ഒരു ബിസിനസ്സുകാരിയായ ലിദിയുടെ ഹൃദയം ദൈവം തുറന്നു. അവളും കുടുംബവും ദൈവത്തിൽ വിശ്വസിച്ചു. അതിനെക്കുറിച്ച് പക്ഷെ അന്നേരം ഓർത്തോണം, അവൻ വിളിച്ച വിളി ദർശനം നിറവേറിയിട്ടില്ല. വിളിച്ചത് ഒരു മനുഷ്യൻ വിളിക്കുക, വന്നെന്നെ സഹായിക്കുക, ഞങ്ങളെ സഹായിക്കുക. പക്ഷെ ഇവിടെ ലിദിയാണ് രക്ഷപ്പെട്ട, ഒരു മനുഷ്യൻ രക്ഷപ്പെട്ട അത് കാണുന്നില്ല. അപ്പോൾ അവൻ സ്വന്തം മുമ്പോട്ട് പോകട്ടെ. The only thing that I want to highlight from that section is the latter part of verse 14, which says, the Lord opened her heart to pay attention to what was said by Paul. So it's not the eloquence or the knowledge of Paul that is leading people like Lydia to Christ, to salvation. It is the light, it is the power and the presence of the Holy Spirit that is making people pay attention, that is opening their hearts to accept this light. ഇന്ന് ദൈവമക്കളായ വിശ്വാസികൾ ആരെങ്കിലും ഈ വചനം കേൾക്കണമെങ്കിൽ
നമ്മൾ പലപ്പോഴും അറിവില്ലാത്തവരെ പോലെ ആയിപ്പോകുന്ന ചില ഭാഗങ്ങൾ തിരിച്ചറിയാൻ പരിശുദ്ധമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് 14-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, രക്താംബരം വിൽക്കുന്ന ബിസിനസ്സുകാരിയായ ലിഡിയ അവിടെ ഇരുന്ന് പൗലോസ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ചെയ്യുന്നു. അതിന്റെ അവസാന ഭാഗം പറയുക, പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ കണ്ണ് തുറന്നു, ഹൃദയം തുറന്നു. അപ്പോൾ ഒരു കാര്യം വിശ്വാസികൾ തിരിച്ചറിയേണ്ടത്, വലിയ എലക്വന്റ് പ്രീച്ചർ നീ ഓടിപ്പോകരുത്. നീ പോകുന്നത് ദൈവത്തെ കേൾക്കാനല്ല, ചിലരുടെ കഴിവും കൃപയൊക്കെ കാണാനാ. യേശു പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്നതുകൊണ്ടും അവൻ അത്ഭുതം കണ്ടതുകൊണ്ടും തേടി വന്നു, അല്ലെങ്കിൽ നിങ്ങളൊന്നും വരത്തില്ല. ഒത്തിരി എണ്ണം പോകുന്നുണ്ട്. വിശ്വാസികളുടെ കാര്യം പറയണേ, വിശ്വാസികളുടെ കാര്യം പറയുന്നത്. എന്നാൽ ദൈവമാണ് തുറക്കേണ്ടതെന്നും ദൈവമാണ് പ്രവർത്തിക്കേണ്ടതെന്നും അത് വലിയ കൃപാവരപ്രാപ്തരായ രോഗശാന്തിവരപ്രാപ്തരായ ഒരു വ്യക്തി വന്നില്ലേലും അവിടെ ഏറ്റവും അറിവില്ലാത്ത ഒരുത്തൻ വന്ന് യേശു എന്ന് പറയുന്ന ആണേലും അവിടെ വരുന്നത് പരിശുദ്ധാത്മാവാണ് ഹൃദയം തുറക്കുന്നതെന്നും പരിശുദ്ധാത്മാവാണ് അത്ഭുതം ചെയ്യുന്നു. പ്രതീക്ഷയോടെ പോകാൻ ഇന്നത്തെ വിശ്വാസികൾ കഴിയാതെ എന്ത് ചെയ്യുന്നു? ആ സഭയിൽ ഒരു വിശ്വാസിയോ പാസ്റ്റർ ഉണ്ടെങ്കിൽ ആ പുള്ളിക്കാരനെ താഴ്ത്തി, ഏത് പാസ്റ്റർ ആണെങ്കിലും ഞാൻ പറയുമ്പോൾ പറയണ്ട, നീ കള്ളം വചനം പറഞ്ഞാലും വചനം പറയണ്ട, നീ വചനത്തെ ആദരിക്കും, വചനത്തിൽ നിന്ന് പ്രതീക്ഷ വെച്ച് പോകൂ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പൗലോസിന്റെ വാക്ചാതുര്യമല്ല ലിതിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. കർത്താവ് അവിടെ ഹൃദയം ചെയ്തു. ഇവിടെ നിന്ന് ഞങ്ങൾ എത്ര മനോഹരമായി, നിങ്ങൾക്ക് രസകരമായി ബൈബിൾ പറഞ്ഞാലും വിടുതലൊന്നും നിങ്ങൾ രസിച്ചു പോകുന്നല്ലാതെ നിങ്ങളുടെ അകത്ത് വെളിച്ചം കയറണമെന്നില്ല. നിന്റെ ഹൃദയ കണ്ണ് തുറക്കുന്ന ആരാന്നറിയാമോ? കർത്താവ്. നീ കർത്താവിനെ അനുസരിച്ച് പോകുമ്പോൾ പൗലോസേ, നിന്റെ കഴിവല്ല സഭയിൽ എണ്ണം കൂട്ടുന്നത്. ഒത്തിരി പേര് കഴിവുകൊണ്ട് എണ്ണം കൂട്ടുന്നവരുണ്ട്, അതൊക്കെ നിൽക്കണമെന്നില്ല. കർത്താവ് ചേർക്കുന്ന ചിലതുണ്ട്, കർത്താവ് തുറക്കുന്ന ചിലതുണ്ട്. അവരിൽ പ്രകാശം നല്ലതുകൊണ്ടും വ്യാപരിക്കുന്നത് കൊണ്ട് ദൈവ വെളിച്ചത്തിൽ നടക്കുന്നവരെ, അല്ലെങ്കിൽ അവർ പാസ്റ്ററെ കണ്ടോ അല്ലെങ്കിൽ വിശ്വാസി കണ്ടോ എന്നല്ല, ഞങ്ങൾ ഇതിനെ വന്നത് വെറുതെയായി പോകുന്നു പറയുന്നവരായിരിക്കത്തില്ല. അവർ കർത്താവിനെ കണ്ട് വെളിച്ചം, ദൈവം തുറന്ന വെളിച്ചത്തിൽ കടന്നു വരുന്നവരായിരിക്കും. So that attention that was paid to Paul and Silas was because God opened her and her household's heart. In verses 16 to 18, we see a different kind of attention that doesn't come from God. That is the work of a spirit that is not the Holy Spirit. We see that Paul and Silas is followed by a slave girl who's possessed by demons, and no one else around her is realizing she's possessed by a demon that allows her to tell fortunes, and there are people who own her, make a fortune from the fortunes that she's saying about other people. She follows Paul and Silas for several days and says, "These men are servants of the Most High God who proclaim to you the way of salvation," which is accurate. Nothing about it is false, right? We try to identify false spirits by the falsehoods that they preach, but nothing that is preached here is from falsehood. But it takes spiritual maturity to understand that no publicity, that no support, that no attention that comes from any source that is not of God, that is not of the light, we don't need for our ministry. We don't need to fulfill the purpose and the vision that He showed us. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന ആത്മീക ലോകമേ, നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു അത്യന്താപേക്ഷിത കാര്യമാണ്. നിങ്ങൾ കണ്ടു, ലിതിയുടെ ഹൃദയത്തെ ആരാ തുറന്നത്? കർത്താവ് തുറന്നു. അവിടെ കുടുംബത്തിൽ, അവർ വീട്ടിലുള്ള എല്ലാവരുടെയും ഹൃദയം തുറന്നു. അവരൊക്കെയും സ്ഥാനപ്പെട്ടു. അതിനുശേഷം അടുത്തൊരു സംഭവം നടക്കുകയാണ്. അവിടെ ഒരു വെളിച്ചപ്പാടത്തിക്കായ ഒരു സ്ത്രീ, അല്ലേ, ഇവിടെ പുറകെ നടന്നു വന്ന് എന്ത് ചെയ്യുക? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, ഇവർ സത്യമാർഗം, അല്ലേ, രക്ഷാവാൻ. മൈ ഗോഡ്, ശ്രദ്ധിച്ചേ, നിങ്ങളോട് എന്ത് ചെയ്യുന്നു? പ്രീച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും കള്ളപ്രവചനം. ഇത് കള്ളപ്രവചനമാണ്, സത്യമല്ലേ പറയുന്നേ? ശ്രദ്ധിക്കണം. ഇന്ന് പകൽക്കാലം അനേകർക്ക് സത്യപ്രവചനം കൊടുക്കുന്ന ഭയങ്കര ആരമാണ്. നമ്മൾ വല്ല പറഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് സത്യമായിട്ടാ. ഇവളോട് ഞാൻ പറഞ്ഞില്ല, വന്ന് കണ്ടില്ല, ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞില്ല, പക്ഷെ അവളെല്ലാം വിളിച്ചു പറയുന്നത് എന്തുവാണ്? സത്യമാണല്ലേ? എല്ലാം സത്യമാണ്. ഇന്ന് പകൽക്കാലം ഓർക്കണം പ്രിയമുള്ളവരെ, സ്വന്തം ആത്മീയ ലോകം അന്ധമായി പോകുന്ന അനേകം മേഖലകളുണ്ട്. ഇപ്പൊ ചില സമയത്ത് അങ്ങനെയുള്ളവരെ കുടുക്കാൻ വേണ്ടി ദൈവം അങ്ങനെയുള്ള ആത്മാക്കളെ അയക്കും. നമുക്കറിയാമല്ലോ, ഈ ആഹാവനെ മുടിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ അവൻ പറഞ്ഞു എങ്ങനെ അവനെ വശീകരിച്ചു കൊണ്ടുവരും. ഉടനെ ദൈവസഭയിലുണ്ടായിരുന്ന ആത്മാവ് പറഞ്ഞു, ഞങ്ങൾ പോയി അവന്റെ പ്രവാചകന്റെ വായില് എങ്ങനെയാ ഫോഷ്കിന്റെ ആത്മാ. ഇത് അതേക്കാൾ സത്യത്തിന്റെ ഭാഗമാണ് പറയുന്നത്. എന്റെ ദൈവമേ, പബ്ലിസിറ്റിക്ക് വേറെ വല്ല വഴി വേണോ? ഇന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തെല്ലാം കോപ്രായങ്ങൾ വിശ്വാസികൾ കാണിക്കുമ്പോൾ കൂടെ നിന്ന് പബ്ലിസിറ്റി നടക്കുന്നവർ ആരാണെന്നോ
അവൻ എങ്ങനെയുള്ളവരാണോ, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ, അവൻ ദൈവത്തെ ബഹുമാനിക്കുന്നവനാണോ, ദൈവവഴിയിൽ നടക്കുന്നവനാണോ എന്ന് പോലും നോക്കാതെ അയ്യോ അവര് പബ്ലിസിറ്റിക്ക് സപ്പോർട്ട് കൊടുക്കും, പിന്നെ അവനെ പിടിച്ച് പിന്നെന്തോ സ്റ്റേജിലെല്ലാം കൊണ്ട് എനിക്ക് എല്ലാ പൊളിറ്റീഷ്യനെ ആദരിക്കണം, എല്ലാവരെയും ആദരിക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം, ദൈവത്തെ നീ മറന്നിട്ടൊന്നും ആദരിക്കാൻ പാടില്ല. അവൻ സ്റ്റേജിൽ വന്നിരുന്ന് എല്ലാ പൊളിറ്റീഷ്യൻസും ഉയർത്തുമ്പോൾ ഇന്ന് പകൽക്കാലം കുഞ്ഞെ, അവൻ പൊളിറ്റീഷ്യൻസ് അല്ല നിന്നെ നടത്തുന്നത്, ഈ ഭൂമിയിൽ ഒരു പ്രവാചകനുമല്ല നിന്നെ നടത്തുന്നത്, ദൈവമാ നിന്നെ കരം പിടിക്കുന്നത്. ഇന്ന് പകൽക്കാലം നിന്റെ പുറകിൽ എത്ര സത്യം പറഞ്ഞു വരുന്നൊരു പ്രവാചകനാണെങ്കിലും ദൈവത്തിലല്ല അതിന്റെ ശരണം, വചനത്തിലല്ല അതിന്റെ ശരണം ഇറങ്ങും വെക്കല്ലേ. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ വെളിച്ചം വേണം. അതാ ഗ്രോത്ത്. സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഹൈപ്പ് അല്ല കേട്ടോ പ്രിയമുള്ളവരെ, നമ്മുടെ അനുഭൂതി ഇടക്കപ്പെരുക്കോ അല്ല. അവൻ കാണുമ്പോൾ എന്താ അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു വലിയ ഗ്രാഹ്യം നമുക്ക് പുറകെ വിളിച്ചു പറയും ആൾക്കാർ. ഈ സ്ത്രീയുടെ അടുക്ക പോയി യജാനന്മാർക്ക് ഒത്തിരി ലാഭം ഉണ്ടാക്കുന്ന സ്ത്രീയാ, ഒരു സൈക്കിക് റീഡറാ അവള്. അവൻ അവിടെ അടുക്ക പോയി എന്ത് കിട്ടി, ഇഷ്ടംപോലെ ലാഭമോ അവരുടെ യജമാന്മാർക്ക് കൊടുത്തോണ്ടിരുന്നത്. സത്യമോ അവരെ ജനം അവിടെ പുറകെ വരികയല്ലേ കാണാന്. ഇവള് പറഞ്ഞാൽ ജനം കേൾക്കാതിരിക്കും. അയ്യോ അങ്ങനെയെങ്കിലും നടക്കട്ടെ, കർത്താവിന്റെ വേലയല്ലയോ, സാരമില്ല, വന്ന് കേൾക്കട്ടെ വചനം. ചിന്ത എന്തോ, ഞാൻ പറയുന്ന വചനമല്ല അവര് കേൾക്കുന്നു എന്നുള്ള ചിന്തയുള്ളതുകൊണ്ടാ ഈ പല പാസ്റ്റർമാരും അത് പറയുന്നത്. ഞാൻ പറയുന്ന വചനമല്ല അവര് കേൾക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ് അവരുടെ കണ്ണുകൾ എന്ത് ചെയ്തത്, തുറക്കേണ്ടത്. ഞാൻ ചെയ്യുന്ന പ്രസംഗത്തിന്റെ ആധികാരികതയിൽ അനുസരണം, എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്ന അനുസരണം. ഞാൻ പോകാനേ പറയുന്നുള്ളൂ. നിന്റെ കഴിവോ പാരമ്പര്യമോ ഒന്നും എന്റെ കർത്താവ് ചോദിക്കുന്ന, നീ അനുസരിച്ച് പോവുക. കിട്ടുന്നോ കിട്ടുന്നില്ലയോ ഇതൊന്നും വിഷയമില്ല. ഫിലിപ്പോസെ അവൻ ശമരിയിൽ ആയിരങ്ങൾ സ്നാനപ്പെടുന്നുണ്ടായിരിക്കാം, അവൻ സ്വന്തം ചെയ്യുന്നു, അത് വിഷയമല്ല. ഞാൻ നിന്നോട് പറയുമ്പോൾ നീ അങ്ങോട്ടങ്ങ് പോയാൽ മതി. വെളിച്ചം കിട്ടിയ ഫിലിപ്പോസിന് ആയിരങ്ങൾ 10,000 സ്നാനപ്പെടുന്നോ സഭയിൽ എണ്ണം കൂടുന്നോ ഒന്നും അല്ല വിഷയം. ദൂതം പറയുമ്പോ ആ വെളിച്ചമുള്ള നേരെ കാസയിലോട്ട് പോവുക. എത്ര ആളുണ്ടെങ്കിലും ഇല്ലേലും അവൻ അത് പൊടിപടലം മാത്രമാണെങ്കിലും അവൻ സ്വന്തം എല്ലാം ഇട്ടിട്ട് പോകേണ്ടി വന്നാൽ വെളിച്ചം, യു ഹാവ് ടു ഹാവ് ലൈറ്റ്. അതുകൊണ്ട് ദൈവിക വെളിച്ചത്തിൽ നടന്നില്ലേ വളർച്ചയിൽ. എവിടെ നോക്കൂ, അവൻ ആ സ്ത്രീ പറയുന്നത് ആത്മാവിൽ വെളിച്ചത്തിൽ പൗലോസിന് മനസ്സിലായപ്പോൾ തിരിഞ്ഞ് അവളുടെ ഭൂതത്തെ എന്ത് ചെയ്തു. പൗലോസ് പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള വിക്ടറി ഒന്നും വേണ്ട, ദൈവം തരാത്ത വിക്ടറി ഒന്നും വേണ്ട, ദൈവ അനുഗ്രഹമില്ലാത്ത, ദൈവവഴിയിൽ നടക്കാത്ത, പാപവഴികളിൽ നിൽക്കുന്ന അഹങ്കാരികളും നിഷ്ഠുരന്മാരും ദുഷ്ടന്മാരും പാപികളുമായ ഒരുത്തന്റെയും വക്കാലത്തും വേണ്ട എന്റെ ശുശ്രൂഷയ്ക്ക്. ഇന്ന് അനേക ആത്മീക വെളിച്ചമുള്ള ദൈവദാസന്മാർ സഭയ്ക്കുള്ളിലേക്ക് അനാത്മീയരെ കടത്തി വളർത്തി സഭയെ നശിപ്പിക്കുമ്പോൾ അല്ലിയ മനോസക്കോ അവൻ കാണണം സഹോദര, അവൻ നിന്റെ കൂടെ നിൽക്കുന്ന ഒരൊറ്റൊരുത്തനുമല്ല സഭയെ വളർത്തുന്നത്. പരിശുദ്ധാത്മ പറയണം, എന്റെ എല്ലാം പോയാലും എന്റെ എല്ലാം എടുത്തോണ്ട് പോയാലും സാരമില്ല, എനിക്ക് പരിശുദ്ധാത്മാവ് ദൈവം കൂടെ നിന്നാൽ മതി എന്ന് പറയാൻ ചങ്കുറ്റമുള്ള ഭക്തന്മാരെ സഭകളിൽ ദൈവം ഉയർത്തട്ടെ. ആൾക്കൂട്ടത്തിലല്ല, ആത്മാവിന്റെ അവൻ ഒഴുക്കത്തിൽ ആ കർത്താവിന്റെ പ്രസാദത്തിൽ ദൈവം നോക്കൂ. അവൻ തിരിഞ്ഞു ശാസിച്ചു, അവളുടെ ബോധം വിട്ടുപോയി. ഇന്നും കാണാൻ കഴിയും. If I had time, I would dwell on the fact that notice how Paul and Silas are becoming annoyed. You know, they're not rebuking her because they have to. Oh God, this was great publicity. Why put a stop to this? They are becoming annoyed because why? The Holy Spirit is dwelling in them. And John writes in the Gospel according to John and in 1 John, light and darkness cannot coexist. You cannot be preaching the gospel of light and have darkness publicizing it for you. You turn around greatly annoyed and you rebuke it. You don't just get away from its presence. Yes. You turn around and rebuke it completely in the name of Jesus, in the name of the light. ഇന്ന് ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, അഭിഷിക്തരെ ശ്രദ്ധിക്കണമേ, പരിശുദ്ധാത്മാവ് നടത്തുന്ന വെളിച്ചത്തിൽ നടക്കുന്ന ഭക്തരെ ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. എന്ത് നല്ല പബ്ലിസിറ്റി അവർക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് മാസിഡോണിയക്കാരനായ പുരുഷൻ മാടി വിളിക്കുന്ന ദർശനം കൂടെ കണ്ടിട്ടല്ലേ പോകുന്നത്. They might be thinking this might be an easy way for whoever that Macedonian man needs to listen and come to us. ദൈവം ഒഴുക്കിയ വഴിയല്ലേ എന്ന് പറഞ്ഞിട്ട് അവളത് ആനന്ദിച്ചില്ല. വെളിച്ചത്തിന്റെ ഗുണം അതാ, തിരിച്ചറിവ്. അവൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പറഞ്ഞിട്ട് ഈ വെളിച്ചപ്പാട്ടത്തിന്റെ കൂടെ ചേർന്നില്ല. കുറച്ചേരം നടന്നു, കുറച്ചവര് സഹിക്കാൻ നോക്കി, പക്ഷെ ഇത് വിട്ടുമാറുന്നില്ല. കണ്ടപ്പോൾ അവർ മുഷിഞ്ഞു.
ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ഭക്തന്മാരായ വിശ്വാസികൾ, ദൈവദാസന്മാർ ഉണ്ടെങ്കിൽ, സഭയുടെ മേൽപ്പറ്റിരിക്കുന്നവർ, തലപ്പറ്റിരിക്കുന്നവർ, സഭയെ നയിക്കുന്ന സെൻട്രൽ പാസ്റ്റർമാർ, ഉന്നതന്മാർ ഉണ്ടെങ്കിൽ, നിന്റെ ഉന്നത തലത്തിൽ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് സഭയാന്തോട്ടത്തെ കാക്കാനാ, വേലി കെട്ടാനാ. അവൻ കണ്ടവന്റെ പബ്ലിസിറ്റി തേടി, കണ്ടവന്റെ സഹായം തേടി, കണ്ടവനെ സഭയ്ക്കകത്ത് ചെറുകുറുക്കന്മാരെ വലിച്ചു കെട്ടി സഭയെ പിച്ച് കിന്തിക്കളയാനല്ല എന്ന് പരിശുദ്ധമ പറയുന്നു. നീ എഴുന്നേറ്റ് നിന്നിട്ട് അനോയിഡ് ആകണം. നിന്നെ പ്രീസ് ചെയ്യുന്ന, നിനക്ക് സുഖം തരുന്ന കാര്യമാണ്. അത് കേൾക്കുമ്പോ അഭിഷക്തൻ, വെളിച്ചമുള്ളവന് ചൊറിച്ചുണ്ടാകും. അവന് സഹിക്കാൻ പറ്റില്ല. മുഷിഞ്ഞിട്ട് തിരിഞ്ഞ് അവളുടെ ഭൂതത്തെ എന്ത് ചെയ്തു? അവളോട് പ്രശ്നമൊന്നുമില്ല കേട്ടോ, അവളോട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ വ്യാപരിക്കുന്നതിന് ആത്മാവിനെ ശാസിച്ചു. ഇന്ന് പകൽക്കാലം ഏത് മാസിഡോണിയൻ ദർശനം കിട്ടി നീ പോകുന്ന ദൈവദാസനാണേലും, എത്ര വലിയ സഭയുടെ മണ്ടയ്ക്കിരുന്ന് അവൻ തലപ്പത്തിരുന്ന് നയിക്കുന്ന വലിയ ഭക്തനാണേലും, ആത്മീയരായവരെ നീ നിന്റെ പക്കൽ വിളിച്ചു കൂട്ടി നിന്റെ അതിരുകൾ വിശാലമാക്കാൻ നോക്കുമ്പോ ദൈവാത്മദർശനത്തിലും വിളിയിലുമല്ല നീ നടക്കുന്നത്. യുവർ വാക്കിൻ ഇൻ ഡേഞ്ചർ. വെളിച്ചത്തിലല്ല നടക്കുന്നത്, അപകടത്തില. ദൈവ ഇഷ്ടമല്ല നീ ചെയ്യുന്നത്, പിശാചിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നതെന്ന് പകൽക്കാലം ആത്മാവിൽ മനസ്സിലാക്കാൻ അവൻ പരിശുദ്ധാത്മാവിൽ വെളിച്ചത്താൽ നമ്മെ സഹായിക്കട്ടെ. Long story short, this girl gets the demon rebuked out of her. The people who owned her are now angry because they lost their hope of gain. They cause a riot in the crowd before the Romans and tell them that Paul and Silas are causing disturbances and forcing them to accept beliefs that are not lawful for their customs. The crowd joins in attacking them. They strip them of their garments. They have orders to beat Paul and Silas with rods, and after many blows they put them in the inner prison. Again, there's no light in the inner prison. They put them in there, binding their hands and feet in stocks. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, നീ കർത്താവിന് വേണ്ടി വെളിച്ചത്തിൽ നടക്കുമ്പോൾ എല്ലാം പട്ടുമത്തയാണെന്ന് ചിന്തിക്കേണ്ട. കാരണം നീ ശാസിക്കുമ്പോൾ ഭൂതം വിട്ട് അവനെ വിട്ട് പോവാൻ മാനസാന്തരപ്പെടും. എന്നാൽ അവനിൽക്കുന്ന ലാഭം ഉണ്ടാക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ചങ്കുപിടയും, അവര് കോപാക്രാന്തരാകും. നിന്നെ വെറുതെ വിടത്തിൽ അവിടെ വായിക്കുമ്പോൾ പെട്ടെന്ന് വായിച്ചു വിടാൻ സമയമില്ലാത്തത് കൊണ്ട് അവൻ സ്വത്രം ചെയ്യുന്നു. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയി എന്ന് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു. അവൻ ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണങ്ങളെ കലക്കി റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ പുരുഷന്മാരും അവിടെ നേരെ ഇളക്കി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു കോലുകൊണ്ട് അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ എങ്ങനെ തുണിയില്ലാതെ നൂൽബന്ധമില്ലാതെ നിർത്തി. പബ്ലിക്കായിട്ട് ദർശനം കിട്ടിപ്പോയതാന്ന് ഓർത്തോണം. ദർശനവും വിളിയും കിട്ടിയിട്ട് പോയതാന്ന് ഓർത്തോണം. അവൻ വിളി കിട്ടിയിട്ട് പോയതാന്ന് ഓർത്തോണം. വെളിച്ചം പറഞ്ഞിട്ട് പോയതാന്ന് ഓർത്തോണം. അവരെ പരസ്യമായി നിർത്തി അവൻ സ്വന്തം ചെയ്യുന്നു. അവരെ അവൻ വളരെ അടുപ്പിച്ച ശേഷം ദൈവമെല്ലാം പൊട്ടി കീറി അവരെ തടവിലാക്കി. കാരാഗ്രഹ പ്രമാണി കൈ കൊടുത്തിട്ട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. എന്നിട്ട് അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിൽ, ഏറ്റവും ഉൾമുറിയിൽ, ഏറ്റവും ഇന്നസെല്ലില് അവരെ കൊണ്ടുപോയി ഒട്ടും സ്ഥലമൊട്ടുമില്ലാതെ ഇടുങ്ങിയിരിക്കുന്ന ഒത്തിരി ഇടുങ്ങിയ സെല്ലിനകത്ത് കൊണ്ടുപോയിട്ട് ഈ രണ്ടുപേരെയും എന്ത് ചെയ്യുന്നറിയാമോ? അകത്തെ തടവിലാക്കി അവിടെ കാലാമത്തിലിട്ട് പൂട്ടി കൈ ചങ്ങലയിട്ട്. എന്തൊരു സുഖമുണ്ട് ദർശനം. നിങ്ങളാണ് എന്ത് പറഞ്ഞത്? അതാ വെളിച്ചത്തിന് മഹത്വം. വളർച്ച എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയണമെങ്കിൽ ഇതാണ്: പൗലോസും ശീലാസും വെളിച്ചത്തിൽ നടന്നവരാണ്. നമ്മളാണെങ്കിൽ അങ്ങനെ പറയുന്നത് വേണ്ട, മതി, കർത്താവിനോട് കഴിച്ച് പരിപാടി കിട്ടിയിട്ട് നമ്മൾ പോയതേ. But what they do is they start praying and singing hymns to God at midnight. It's not them holding on to faith in the first hours of the day, hoping that God is going to do something, but they can consistently keep that light within them, not waiting for something else to give them light, but having the Holy Spirit as the source of light inside of them to allow them to continue praying and singing hymns to God loudly, again, not inside of themselves, just inside their minds, loud enough for the prisoners around them to hear even until midnight.
പലപ്പോഴും വെളിച്ചത്തിലെ പ്രതീക്ഷകൾ പലതുമുണ്ട്. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ജീവിതത്തിന്റെ മിഡ് നൈറ്റ്. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിന്റെ അർദ്ധരാത്രികൾ കൂടെ പോകുന്ന ആരെങ്കിലും നോക്കൂ, വെളിച്ചമുള്ള അർദ്ധരാത്രിക്കകത്ത് കിടക്കുന്ന രണ്ടുപേരെ കാണിക്കാം. അവർ നിരാശയും ഡിപ്രഷനും വന്നിടത്ത് അർദ്ധരാത്രി ആയപ്പോൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ സ്വതം ചെയ്യുന്നു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. വെളിച്ചമുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മൾ അപ്പുറത്തേക്ക് ദൈവത്തോട് പിണങ്ങിപ്പോ ഇനി യേശുവും വേണ്ട, ഈ ദൈവവും വേണ്ട, പരിശുദ്ധാത്മാവും വേണ്ട, ഈ ആരാധനയും വേണ്ട എന്ന് പറഞ്ഞു പോകത്തില്ലേ? വെളിച്ചം പ്രകാശിച്ചതുകൊണ്ട് അവർക്ക് ദൈവത്തോട് വൈരാഗ്യമില്ല, പിണക്കില്ല. അതാ വെളിച്ചത്തിന് പ്രത്യേകത. കുഞ്ഞെ, സഹോദരി, മോളെ, നീ കടന്നു പോകുന്ന തിക്താനുഭവങ്ങൾ, അവൻ ബ്രോക്കൺനെസ്, പെയിനിന്റെ ആഗണിയുടെ മൂർധന്യാവസ്ഥ, അത് നിന്നെ തകർക്കാൻ വെളിച്ചം സമ്മതിക്കത്തില്ല. അവന് ഈടുവൊട്ടുമില്ല. എത്ര അർദ്ധരാത്രി നിന്റെ ജീവിതത്തിൽ വന്നാലും, എത്ര മിഡ് നൈറ്റ്സിന്റെ എക്സ്പീരിയൻസ് നിന്റെ ജീവിതത്തിൽ വന്നാലും, നിന്റെ ശരീരമെല്ലാം നഗ്നമായി അടിച്ചു പൊളിച്ച് അവൻ കീറി ചോര ഒലിക്കുന്ന അവസ്ഥയിൽ നീ കിടന്നാലും, നിന്റെ കാല് അവൻ അനങ്ങാൻ പറ്റാത്ത ഇടത്ത് കിടന്നാലും, കൈ നോക്കണം കട്ടിയിട്ടിരിക്കുക, ആരാധിക്കാനും കൈയടിക്കാനും പോലും പറ്റാത്ത രീതിയിൽ രോഗമാകട്ടെ, ബന്ധനമാകട്ടെ, തകർച്ചയാകട്ടെ നിന്നെ കൊണ്ടുവന്ന് കെട്ടിയിട്ടാലും, വെളിച്ചമുള്ളിടത്ത് ഭക്തൻ എന്ത് ചെയ്യുന്നറിയാമോ? പ്രാർത്ഥിച്ചു തുടങ്ങും. തുടങ്ങുന്നത് പ്രാർത്ഥിച്ചു തുടങ്ങും. ആ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് എന്തായിട്ട് മാറുമെന്നറിയാമോ? അത് പാട്ടായിട്ട് മാറും. അത് പാട്ടായിട്ട് മാറും. അതുറ പരപരാസിയ. അത് ഹൃദയത്തിനകത്തുള്ളൊരു മൗനം പ്രാർത്ഥനയല്ല കേട്ടോ. അതിയാക്ക ചിലപ്പോൾ മൗനമായിട്ടായിരിക്കാം തുടങ്ങിയത്. തുടങ്ങി സ്തോത്രമായി, ഹല്ലേലൂയായി, അത് പാട്ടായി, ശബ്ദം ഭയങ്കരമായി, അധികാര അതുര അറവ ചുറ്റും കിടക്കുന്ന തടവുകാരുടെ ചെവിക്കുള്ളിലേക്ക് ഈ വേദനകളുടെയും തകർച്ചകളുടെയും മധ്യത്തിലുള്ള ഒരുത്തന്റെ പാട്ട്, അവരുടെ പാട്ട് മുഴങ്ങാൻ തുടങ്ങി. ഇതാ കുഞ്ഞെ വെളിച്ചത്തിന്റെ ഗുണം. നിന്റെ നെല്ലി പലകനെ കാണുമ്പോൾ നാണം കെട്ട് നട്ടക്കണ്ണം തിരിങ്ങിയിരിക്കുമ്പോൾ യേശുവിനെ അറിഞ്ഞ വെളിച്ചമടിച്ചൊരു ഭക്തന് പ്രാർത്ഥിക്കാൻ എത്ര മിഡ് നൈറ്റിലും തടസ്സമില്ല. ഇന്ന് പകൽക്കാലം ഐ ഡോണ്ട് നോ വാട്ട് യു ഗോയിങ് ത്രൂ ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. മിഡ് നൈറ്റ് ആയിരിക്കും. ഇത് മിഡ് നൈറ്റ് മാത്രമല്ല പ്രശ്നം. അവൻ കാലാമത്തില് അവൻ ചങ്ങല, അത് മാത്രമല്ല പ്രശ്നം. കംപ്ലീറ്റ്ലി അവൻ ഹ്യൂമിലിയേറ്റഡ് ആയി. അത് മാത്രമല്ല പ്രശ്നം. വളരെ അടുപ്പിച്ചു. കോലുകൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാല് ഒന്ന് കുറെ 40 അടിയോ എന്നൊക്കെ പറഞ്ഞു. എത്ര കേട്ടോ? അതുപോലെ വളരെ എന്ന് പറയുമ്പോൾ 40 പിന്നെ നിർത്തും. 40 നിർത്തി തേക്കത്തില്ല. പിന്നെ അവൻ അടിക്കാൻ പറ്റുന്നത്. പിന്നെ നിർത്തിട്ട് വീണ്ടും അടിക്കും. വളരെ അടുപ്പിച്ചു പൊട്ടിക്കേറി വേദന കൊണ്ട് പൊളഞ്ഞു കിടക്കുമ്പോൾ, ഇന്ന് പകല് നിങ്ങൾക്ക് അങ്ങനെയുള്ള വേദനയുണ്ടോ? പക്ഷെ പരിശുദ്ധാത്മ പറയാം, വെളിച്ചമുണ്ട് കുഞ്ഞെ, വെളിച്ചമുണ്ടെങ്കിൽ നിന്റെ ഏത് മിഡ് നൈറ്റിലും പ്രാർത്ഥിച്ച് നീ പാടി ആരാധിച്ചു തുടങ്ങും. അവൻ കാണാൻ കഴിയും. Sorry, 9 o'clock, so I'm wrapping up my words. We see that when they praise, when they refuse to let go of the light of the Holy Spirit that is already in them, there's an earthquake that comes and the foundations of the prison shake. Everyone's bonds are unfastened. Hallelujah! The doors of the prisons are opened, and the jailer wakes up and sees all this. He's about to kill himself, but how did Paul see that the jailer was about to kill himself if Paul is inside the prison? The vision of the Holy Spirit shows you souls that are in need. Hallelujah! And that could have been the very same soul that inflicted many blows upon you. The same soul that locked you, insulted you, stripped you of your rights and your respect, and locked you up in the inner dungeon of the prison. That same soul is about to kill itself. And Paul is woken up to this fact by the Holy Spirit, and he calls out, "Do not harm yourself, for we are all here." The jailer calls for lights. That's our key verse. He calls for lights, and with a loud voice, he calls for lights and rushed in, trembling with fear. He falls down before Paul and Silas. Paul and Silas do not use that opportunity to ask for their freedom, to ask for their rights, to question, but they use that opportunity to show this man exactly what salvation is. They say, "Believe in the Lord Jesus and you will be saved, you and your household." This jailer takes Paul and Silas to his household and nurses their wounds, where they continue speaking the word of the Lord. They're not trying to get an easy ticket out of prison, praying the favor of this jailer. They hear the word of God spoken by Paul and Silas. They greatly rejoice, and they, accepting the words that Paul and Silas speak, are baptized at once. And it says, after that entire saga happens, verse 35, the next day the magistrate sent the police and said, "Let those men go."
Paul and Silas went straight back to the prison after baptizing the jailer and his household. So the light that is the Holy Spirit that works through you, the light that brings prisoners from dungeons and brings light to those who are in darkness, that is not a way for you to seek your own pleasure or your own freedom. They gave their hands right back to the jail, so bring us right back to the prison. We don't need freedom from other people, or we're not trying to get deliverance from other people. We are here to give and spread the light that the Holy Spirit anointed in us. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, അവിടെ പാടി ഉള്ള സ്തുതി കേട്ടു തടവുകാർ ശ്രദ്ധിച്ചു. ആ ആരാധന സ്വർഗത്തെ ഇറക്കി. വെളിച്ചത്തിനുള്ളിൽ ആരാധിക്കുന്ന ഭക്തന്റെ ആരാധന സ്വർഗത്തെ ഇറക്കി. അടിത്തറ കുലുക്കി നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന, നിന്നെ ബന്ധിച്ചിരിക്കുന്ന, നിന്നോട് അന്യായം ചെയ്യുന്ന അതിക്രമങ്ങളുടെ, അന്യായത്തിന്റെ അടിത്തറകളെ കുലുക്കും. നീ വെളിച്ചത്തിൽ വസിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ പവർ ഇറങ്ങും. ബൈബിൾ പറയുന്നു, കാരാഗ്രഹങ്ങൾ എന്ത് ചെയ്തു? അവർക്ക് തുറന്നു. അങ്ങനെ ബഹളമൊക്കെ കേട്ട് അവൻ സ്വന്തം ജയിലർ എഴുന്നേറ്റത് ഒരുപക്ഷെ കയറിപ്പോ ഇവന്റെ തലവട്ടൊക്കെ അടിച്ചു കാണും. കാരണം ഇത്ര വലിയ കൽപ്പന വന്നില്ല. ഇവന്റെ ദോഹം ചേർന്ന് അവന് ഇതിനെ ഉപദ്രവിച്ച് കാണുമായിരിക്കും, ആർക്കറിയാം. അവൻ സ്വന്തം ചെയ്യുന്നു. അപ്പോൾ അവനും അടിച്ചൊക്കെ ആയിരിക്കും ഇവനെ കാമത്തിലിട്ടതും കെട്ടിയതും ഒക്കെ. അവൻ കാല് മടങ്ങാതെ തല്ലുമൊക്കെ ചെയ്ത് കാണും. പക്ഷെ അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ കഥവെല്ലാം തുറന്നു കിടക്കുന്നു. എല്ലാവരും രക്ഷപ്പെട്ടു പോയെന്ന് വിചാരിച്ച് തന്നെത്താൻ കത്തിയെടുത്ത് ഏറ്റവും അകത്തളത്തിൽ കിടക്കുന്ന പാവമാണ് ഇത് കാണുന്നേ. കുഞ്ഞെ, നിന്നെ ശുശ്രൂഷയ്ക്ക് അയക്കുന്നു. നിന്നെ ഉപദ്രവിച്ച നാളിൽ പിന്നെ ഒരു പക്ഷേ ആ തടവറയ്ക്കകത്തിട്ട് അവനായിരിക്കാം. അവനും വേണ്ടിയാണ് നിന്നെ പഠിപ്പിച്ചത്. നിന്നെ ഒരു കുടുംബത്തെ വിടുമ്പോൾ, ഒരു വീട്ടിൽ വിടുമ്പോൾ, ഒരു സഭയെ വിടുമ്പോൾ, ഒരു സ്ഥലത്ത് വിടുമ്പോൾ നിന്നെ വളരെ ദ്രോഹിച്ചവരായിരിക്കാം. ചിലപ്പോൾ അവന്റെ രക്ഷയ്ക്കായിരിക്കണേ. ആത്മാവിൽ അവൻ കാണുക. അകത്തളത്തിൽ നിന്ന് കാണാൻ കണ്ണെത്തത്തില്ല. അവൻ ആത്മാവിൽ കാണുക. അകത്തുനിന്ന് വിളിച്ചു പറയാം, നിനക്ക് തന്നെ ഒരു ദോഷവും. ഒരു ഭക്തന്റെ അവൻ ദ്രോഹം ചെയ്തവർക്കെതിരെ ന്യായവിധി വരണേന്ന് പ്രാർത്ഥിക്കുന്നവനല്ല ഭക്തൻ. ഈ ദിവസം ദൈവമക്കളൊക്കെ ജ്ഞാനം തുറക്കണം. നിനക്ക് തന്നെ ഒരു ദോഷവും, ഞങ്ങൾ ആരും പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. അവൻ ഓടി അടുത്ത വെളിച്ചം ഇരുണ്ടറയ്ക്കകത്തോട്ട് വെളിച്ചവും ചേർത്തുണ്ട് അവന്. വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങൾ കാണുന്ന ലൈറ്റ് അല്ല വെളിച്ചം, ദൈവമാകുന്ന വെളിച്ചം. നീ ഏറ്റവും തകർച്ചയുടെ ആഴത്തിൽ കൂടെ പോകുന്നവനായിരിക്കാം. പക്ഷെ നിങ്ങളുടെ അടുക്ക വരും ജനം ചോദിച്ചു, വെളിച്ചം ചോദിച്ചുണ്ട്. കാരണം ഇരുട്ടറയ്ക്കുള്ളിൽ അവൻ വെളിച്ചത്തിൽ ഇരുന്ന ജയിലർ വെളിച്ചം ചോദിച്ചുകൊണ്ടുപോകാനാണെങ്കിൽ ഇന്ന് പകൽക്കാലം അത് ആസ്പരിച്ചു ക്രോത്ത്. എന്നിട്ട് വന്നു പറഞ്ഞു, അവനോട് സുവിശേഷം പറഞ്ഞു. കാരാഗ്രഹണി കുടുംബം അന്ന് രാത്രി തന്നെ പുറത്തുകൊണ്ട് ഫ്രീഡം കിട്ടിയവന് പോയി അവരെ സ്നാനപ്പെടുത്തി. ഞാനങ്ങ് പോവാന്ന് പറഞ്ഞു പോയാ പോരെ. ഒരു യഥാർത്ഥ ദൈവഭക്തൻ തന്റെ ശുശ്രൂഷ കൊണ്ട് മുതലെടുക്കാനോ ജീവിക്കാനോ അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താനോ ഒരിക്കലും ഉപയോഗിക്കത്തില്ല. ജയിലെന്നാ എന്നെ വിടുന്നോമില്ല. നിങ്ങൾ അകത്ത് തടവറെ തന്നെ പോയി കിടന്നോളൂ. ഞങ്ങൾ എവിടെ ദൈവം കിടത്തിയോ, എവിടെ നിങ്ങളെ താഴ്ത്തിയോ അവിടെ തന്നെ ഞങ്ങളായിരുന്നോളാം. പരിശുദ്ധാത്മാവാകുന്ന വെളിച്ചമാണ് നിങ്ങൾ അവിടെ കൊണ്ടുവന്നത്. പരിശുദ്ധാത്മാവും ദൈവവും സ്വർഗത്തിലെ പിതാവാം വെളിച്ചമാ നീതി സൂര്യനാ ഞങ്ങളെ ആ തടവറയ്ക്കകത്തിരുത്തിയത്. സാരമില്ല, അവൻ എന്ത് കൽപ്പിച്ചാലും എനിക്ക് എന്താണ് നാണക്കേടാണേലും നഗ്നതയാണേലും പട്ടിണി. അതുകൊണ്ടാ അവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്നെ വേർതിരിക്കുന്നത്. എന്ത് കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ആ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ, ആ വെളിച്ചം പ്രകാശിച്ചു കഴിയുമ്പോൾ പിന്നെ തടവറ അവര് തിരിച്ചു തടവറയിൽ തന്നെ വന്നിരിക്കുക. പിറ്റേന്ന് അവൻ സ്വന്തം ചെയ്യുന്നു. പട്ടണത്തിലെ ആൾക്കാരും ആ മജിസ്ട്രേറ്റും അവരെ എന്നാ വിട്ടായി ഉടനെ അകത്ത് വന്നിട്ട് പോലെ പറയാ, അങ്ങനെ എങ്ങനെയാ വിടാൻ പറ്റുന്നേ? റോമപൗരനായ നിങ്ങളെ അന്യായം സഹിച്ചു കിടക്കുക. റോമൻ സിറ്റിസനായി വിളികെട്ടല്ലേ പോയെ? ദൈവത്തോടല്ലേ കഴിക്കണ്ടേ? കർത്താവെ നമ്മൾ വിചാരിക്കും കർത്താവ് പോകുന്നിടത്തെല്ലാം അവൻ വെളിച്ചം കിട്ടി പോകുമ്പോൾ എല്ലാം അത് ചില സമയത്ത് ദൈവം നിന്നെ തകർച്ചകൾക്ക് വേണ്ടി ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. കുടുംബം ചിലപ്പോൾ തകരാം, നിന്റെ ജീവിതം ചിലപ്പോൾ തകരാം, നീ തന്നെ വേദനകൾക്കകത്തൂടെ പോകാം. പക്ഷെ ദൈവത്തിന്റെ കരം കാണാൻ തക്കവണ്ണം നിന്റെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കുക. അത് വെളിച്ചം പ്രകാശിക്കട്ടെ. ദൈവത്തിൽ ഇരുളൊന്നുമില്ല. ചിലപ്പോൾ നിന്റെ ക്യാൻസർ നിന്റെ അനുഗ്രഹമാകാം. അവൻ കണ്ണൊന്ന് തുറന്ന് കാണാൻ ഈ ക്യാൻസറിനകത്ത് നിന്നുകൊണ്ട്, ഈ തകർച്ചയ്ക്കകത്ത് നിന്നുകൊണ്ട്, ഈ വേദനയ്ക്കകത്ത് നിന്നുകൊണ്ട് എനിക്ക് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ ഗുണമനാഥ വെളിച്ചം 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 വളർച്ച എന്ന് പറയുന്നു. വെളിച്ചം അവൻ സ്വന്തം തിരിച്ചറിയാനുള്ള ജ്ഞാനം. യോസഫിനെ കുറിച്ച് നമ്മൾ വേലിയെ കുറിച്ച് തിരിച്ചറിയാനുള്ള ജ്ഞാനം. ആ വെളിച്ചം ഇല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ല. യു വിൽ നെവർ റീച്ച് ഗോഡ്സ് പ്ലാൻ. ദൈവ പദ്ധതിയിൽ എത്തത്തില്ല എന്ന് പകൽക്കാലം നോക്കൂ. അവിടെ കിടന്നു അങ്ങനെ അവർ പറയുന്നത്. അതിനു മുമ്പ് വരെ എത്രയോ ഒന്നും അവർ പറയുന്നില്ല.
എല്ലാ അന്യായവും അവരെന്ത് ചെയ്തു? സഹിച്ചു. എല്ലാ അന്യായം സഹിച്ചു. എന്താ യഥാർത്ഥ വെളിച്ചം? സന്തോഷത്തോടെ സഹിക്കുന്നത്. അവന്റെ പ്രായലേഖന കർത്താവ് 11-ാം അധ്യായത്തില് അവൻ സമ്പത്തുകളുടെ എല്ലാ അപഹാരവും അവൻ എങ്ങനെ സഹിച്ചു? സന്തോഷത്തോടെ സഹിച്ചു. ചിലർക്ക് വിടുതലുണ്ടായി, എല്ലാവർക്കും വിടുതലുണ്ടായില്ല. ചിലർ ഈർച്ചവാളാൽ അറക്കപ്പെട്ടു, ചടയാടുകൾ അവൻ ധരിച്ചു. ഇല്ലെങ്കിൽ ബാലൻസ്ഡ് ആകത്തില്ല. ബാലൻസ് സുവിശേഷം പ്രസംഗിക്കണം, സത്യവചനം പ്രസംഗിക്കപ്പെടണം. ഇല്ലെങ്കിൽ തെറ്റിപ്പോകും ജനം. ആത്മാവിൽ ആനന്ദിക്കാൻ കഴിയത്തില്ല. വെളിച്ചം കണ്ട് ഉത്സാഹിക്കേണ്ട. അവൻ ചിലപ്പോ ആ വേദന മധ്യത്തിൽ ആരാധിക്കുന്നതായിരിക്കും അവരെ ചങ്ങല കഴിഞ്ഞു പോകുന്നത്. അതിന് കഴിയാതെ വന്ന് എന്നും മാണ്ട് സഭ ഇരുന്നിട്ട് പോകും. ഈ ദിവസങ്ങൾ സത്യ വെളിച്ചം പ്രകാശിക്കട്ടെ, പരിശുദ്ധാത്മാവ് നയിക്കട്ടെ, വളർച്ചയിലേക്ക് എത്തട്ടെ. അവൻ മക്കതോനിക്കാനായ പുരുഷൻ ആ ജയിലർ സ്നാനപ്പെട്ടപ്പോൾ എന്തായി? നിവൃത്തിയായി. വേദനയുടെ നെല്ലിപ്പലകൾ കണ്ടിട്ടും അവൻ വെളിച്ചമുണ്ടായിരുന്നത് കൊണ്ട് പകയ്ക്കാതെ കഴിക്കാതെ ദൈവത്തോട് പിണങ്ങാതെ സറണ്ടർ ചെയ്തപ്പോൾ ദൈവപദ്ധതി നിറവേറുവാനിടയായി. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന്